അൻമിറ്റയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തി. ഇതിന്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സ് കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്താൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെക്ക് ലൈൻ്റെ ഇതിൽ കൂടെ ഒരു വി ഷേപ്പിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോഷോ ലൈസിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ടും സെയിം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ഫ്ലോറൽ പ്രിന്റുകൾ വന്നേക്കുന്ന പിങ്ക് കളറിലേക്ക്. അപ്പോൾ ആ ഒരു സെയിം ഷെയ്ഡിലേക്കാണ് വന്നേക്കുന്നത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വിത്തൗട്ട് ലൈനിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കൊരു വൈറ്റോ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലൊക്കെ ബോട്ടത്തിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയാം. ഒരു അക്വാ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. ഇതിന് കോമ്പിനേഷൻ ആയിട്ടൊരു ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിന്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലെ ലേസ് വർക്കാണ് വന്നേക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കും സെയിം തന്നെ ആ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പേഴ്സിന്റെ ഒരു ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈസ് ചാർട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് എക്സൽ സൈസ് ആയിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്നാമതൊരു ഫ്രീ സൈസിലേക്ക് കിടക്കുന്ന അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫ്ലക്സ് കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഷ്രിങ്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ കുർത്തീസ് സ്ട്രെയിറ്റ് കട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഹിപ്പിൻ്റെ ഇവിടെ കൊണ്ട് കുറച്ച് താന്നിട്ട് വരുമ്പോൾ കുറച്ച് ഹിപ്പ് സൈസ് കുറച്ച് കൂടുതലായിട്ടുള്ളവരൊക്കെ അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു സൈസ് വലുതെടുക്കുക കേട്ടോ.